വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും മഴയ്ക്കൊരു ശമനം വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാസർഗോഡും വയനാടും കണ്ണൂരും കോഴിക്കോടും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്തത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുപ്പത്ത് പോയി ഈ മണ്ണിടിച്ചിലിലൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുപ്പത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ വഴിതിരിച്ചു വിടുന്ന സാഹചര്യമാണ്. കുപ്പം പാലം കഴിഞ്ഞ് പഴയങ്ങാട് റോഡ് കയറി ഏരിയത്ത് നിന്നും തിരിച്ച് പരിയാരത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ റോഡ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ആ റോഡ് നാഷണൽ ഹൈവേ തുറന്നു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മണ്ണിടിഞ്ഞൊരു ഭാഗം ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് നേരെ താഴേക്ക് റോഡിലേക്ക് പതിക്കാതെ താഴേക്ക് മാത്രമാണ് എത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും മണ്ണിടിഞ്ഞ് നേരെ റോഡിലേക്ക് പതിക്കുകയും അവിടെ ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു. ഇത് താൽക്കാലികമായി നിർമ്മിച്ച ഒരു റോഡാണ്. ഇതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് പഴയ നാഷണൽ ഹൈവേ ആണ്. അതിന്റെ കുന്നിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി റോഡ് പണിതിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞു കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ചെളിയും മണ്ണും തൊട്ടടുത്ത് താഴെയുള്ള വീട്ടിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ പാലം നിർമ്മാണം, കുപ്പം പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു പുഴയിലൊക്കെ. ആ ഒരു തടസ്സത്തിന്റെ ഭാഗമായി കുപ്പം പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴയ്ക്ക് സമീപത്തെ കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കണ്ണൂരിലെ മലയോര ഭാഗങ്ങളിൽ ഉൾപ്പെടെ മരം പൊട്ടി വീഴുകയും ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നെടുമ്പോയിലായിരുന്നു ആ സംഭവം. ഒപ്പം തന്നെ കുർമാത്തൂർ പഞ്ചായത്തിലും ഇതുപോലെ ശക്തമായ കാറ്റിൽ ഇന്നലെ ഉണ്ടായ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വീശിയടിച്ച ശക്തമായ കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോടും അത് തന്നെയാണ് അവസ്ഥ. മലപ്പുറം ഉൾപ്പെടെ അത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് ഇന്നലെ മഴ ശക്തി അല്പം കുറഞ്ഞ സമയത്ത് തന്നെ കളക്ടർ ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വലിയ ശക്തമായ ഒരു കാറ്റായിരുന്നു ഉണ്ടായത്. ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്നു ആ കാറ്റും മഴയും. തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. ഉടൻ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമായിരുന്നു. ഇന്ന് റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള അങ്കണവാടി, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷ, PSC പരീക്ഷ പോലുള്ള മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമൊന്നും ഇല്ല. അത്തരത്തിലുള്ളൊരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നാളെ മുതൽ എങ്ങനെയായിരിക്കും മഴയുടെ ശക്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവം എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഒപ്പം തന്നെ കടലും വളരെ പ്രക്ഷുബ്ധമായി തന്നെ നിലനിൽക്കുകയാണ്. വലിയ തിരമാലകളാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്ന എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 27-ാം തീയതിയാണ് കാലവർഷ പ്രവചനം ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇക്കുറി അല്പം നേരത്തെയാണ് കാലവർഷം സംസ്ഥാനത്ത് എത്തിയത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഏതായാലും വലിയൊരു മഴയ്ക്ക് തന്നെയാണ് ഇനി അങ്ങോട്ട് സംസ്ഥാനം കാണാൻ പോകുന്നതെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശക്തമായ കാറ്റും ഒപ്പം തന്നെ ഇതിന് പിന്നാലെയുണ്ട്. ഒപ്പം തന്നെ ഇടിയും മിന്നലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മഴയോടൊപ്പം ഉണ്ട് എന്നത് വലിയ രീതിയിലൊരു ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യമാണ്. വയനാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വയനാട് കഴിഞ്ഞ വർഷമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. അതിന് സമാനമായ വയനാട്ടിൽ ശക്തമായ മഴയും കാറ്റുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വയനാട്ടിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മലപ്പുറത്തായാലും കോഴിക്കോടായാലും, അതായത് കേരളത്തിന്റെ വടക്കൻ മലബാർ ജില്ലകളിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. Subscribe to One India and never miss an update.